ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ രാജവീതികളെ പുളകമണിയിച്ചുകൊണ്ട് നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ ആശീർവാദം ഏറ്റുവാങ്ങുവാൻ കടന്നു വരികയാണ്. നിങ്ങളേവരും സഹകരിച്ചാലും അനുഗ്രഹിച്ചാലും പോസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിച്ചിട്ട് വേണ്ടി അടിക്കാൻ. അല്ല നേതാവേ, ഈ കൊച്ചിനൊരു പേര് വെച്ചേ. വിജയിക്കുവാണ് ഈ നാടിന്റെ അടിപൊളി, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചിഹ്നം പുലി, പായുംപുലി. ഈ ചിഹ്നത്തിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഹരിചന്ദ്രനെ വിജയിപ്പിച്ചു, വിജയ കിരീടം അണിയിച്ചു. എന്റെ കാറിൽ വെക്കി, അത് ചേട്ടന്റെ കാറിലോട്ട് വെച്ചു. പണ്ട് ചത്തത് ഭരണകക്ഷിപ്പെട്ട ആളായും കുടിച്ച് ചത്തുപോയതാ. ഒരു കാണാട്ടി കുറച്ചു നേരം കഴിഞ്ഞ് വരും. എന്ത് ചെയ്യാനാ? 2000 രൂപയാ. എടി ഇങ്ങോട്ട് പാടി ഫോട്ടോ എടുക്കാന്നേ. ആ പോസ് വരച്ചത് കൂടെ കളാൻ. നാടിന്റെ പൊന്നോമന പുത്രൻ. നോക്കെ, നിന്റെ കെട്ടിയവനോട് ഞാൻ പറഞ്ഞോളാം, കാശൊന്നും കളയണ്ട, എടുത്തോന്നേ. എന്തിനാ കളയുന്നേ? കൊച്ചിന്റെ തലയെ വെച്ചാണ് സത്യം ചെയ്യുന്നത്. വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്താലേ ദേവകോപം ഉണ്ടാവും. മറക്കാതെ പായുമ്പുലിക്ക് തന്നെ വോട്ട് ചെയ്യണം. ശരി ശരി. ഒരു വോട്ടറിംഗ് ആണേ. മറക്കാതെ പായുമ്പുലിക്ക് വോട്ട് ചെയ്യണേ. പായുമ്പുലി നമ്മുടെ ചിഹ്നം. ഏത് രാഷ്ട്രീയക്കാരാണ് കുടിക്കാനൊക്കെ കള്ളു മേടിച്ചിരുന്നത്? ഞാൻ ഇതിനെ വോട്ട് ചെയ്യുന്നുള്ളൂ. നിനക്ക് എന്തിനാണ് വേണ്ടാത്ത പണി? പോകാൻ. മാന്യ മഹാജനങ്ങൾക്ക് നമസ്കാരം. എല്ലാവരും കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. ഈ അധ്വാനം മാത്രമല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ഇതുപോലെ ഒരു കുടിലിൽ പട്ടിണി കിടന്ന് വളർന്നു വന്നവനാണ്. പക്ഷെ എന്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. ഞാനും നല്ലതുപോലെ പഠിക്കുകയും ചെയ്തു. ഇന്ന് ഞാനൊരു എഞ്ചിനീയറായി, നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ നന്നായി പഠിച്ചത് കൊണ്ടാണ് ഇന്ന് നല്ല ജോലിയിലിരിക്കുന്നത്. നിങ്ങളുടെ ഈ സ്ഥിതി മാറണമെങ്കിൽ അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ പട്ടിണി കിടന്നാലും ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കരുത്. ഇന്ന് ഡിഗ്രി പോലും എത്രയോ ആളുകൾ ആ സർട്ടിഫിക്കറ്റുമായി. എന്തൊരു വിശപ്പ്! MBA പഠിച്ചാ നീ വലിയ മറ്റവനാകുമോ? നിനക്കെന്താ ഒരു ഗൗരവം? ഞാൻ ഇന്ന് തന്നെ ഒരു നല്ല സിൽക്കാരി ഞാൻ എങ്ങോട്ട് പഠിക്കണം. നമ്മുടെ ഇതെന്താ ഒരുത്തും പോലും മൈൻഡ് ചെയ്യാതെ. സാർ ഇതാ സാർ ഞങ്ങളുടെ ചിഹ്നത്തിൽ നോട്ട് ചെയ്യണേ. ഇതെന്താണ് എഴുതിയേക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി ജയിച്ചാലേ ഒരു റേഷൻ കാർഡിന് 5 ലിറ്റർ ചാരായം വെച്ച് കൊടുക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുവാനുണ്ട്. ഇപ്പോൾ എരുമയ്ക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ലല്ലോടാ നിന്റെ ഡയലോഗ്. അത് എല്ലായിടത്തും ചുരുട്ടി വെക്കടാ. എന്താടാ സ്നേഹിതന്മാരെ സഹോദരിമാരെന്ന് പറഞ്ഞിട്ട് വായ്കൊടക്ക് വിൽക്കുന്ന പോലെ? നമുക്കൊന്നും ഈ രാഷ്ട്രീയം ശരിയാവില്ലടേ. എടാ ഒന്ന് ചുമ്മാരിടാ. എടാ വസന്തേ, തുടക്കത്തിൽ എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവൂടാ. ഡോക്ടർ പ്രകാശ്, നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയതും 10 പേഷ്യന്റിനെ കൊലയ്ക്ക് കൊടുത്തതും എടാ മനസ്സിലായത്. കാങ്ക്രാസ് ഡോക്ടർ, കാങ്ക്രാസ്. കുറച്ച് ഓവറായിട്ട് അഭിനയിക്കുന്നത്. മതി 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 മതി. നോക്കി നിൽക്കാതെ വേഗം വാ. വെള്ളോടുത്തോഴി വെള്ളോടുത്തോഴി ചേട്ടാ വാ, ഇറങ്ങിയേട്ടാ. വെള്ളം കൊണ്ടുപോടാ. ഇങ്ങോട്ട് വാ ചേച്ചി, വാ ചേച്ചി, ചേച്ചി വാ. അത് ഞാൻ നോക്കിക്കോളാം.
നിർത്ത. ചേച്ചി എന്താ ഇത്? എന്താ പെങ്ങളിത്? വളരെ നന്ദി സാറേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. ഒരു ദൈവത്തെ പോലെ വന്നല്ല എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്. നിനക്കൊന്നും പറ്റില്ലല്ലോ. ചേച്ചി ഇങ്ങോട്ട് വാ. ഇതെന്താ ഇവരുടെ ഫോട്ടോ മാത്രം എടുക്കണം? ഞങ്ങളുടെ എല്ലാം ദരിദ്രവാസികളാണ്. ഒരുത്തരും രക്ഷിച്ചില്ല, എല്ലാം ഓടിക്കളഞ്ഞേ. നല്ല കാലം എന്റെ കയ്യിൽ 4 വെള്ളം പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് വെച്ചാ ഞാൻ തീ കെടുത്തിയത് അറിയാമോ? എന്തുവാടാ രക്ഷിച്ചത് ചേച്ചി? വസന്ത നിങ്ങളെ രക്ഷിച്ചത്. അമ്മ ഇത് പിടിക്കരുത്. നോക്കിയേ, ചിന്നൊക്കെ നോക്കി. എന്താ ഇത്? സമയം നോക്കി പെരുമാറടാ. പൂച്ചമാരുടെ എന്തെങ്കിലും വോട്ട് മേടിക്കാൻ നോക്കി. അത് നടക്കേ. ഹലോ ഡയറക്ടർ, നിങ്ങളുടെ പടത്തിന് 1 സ്റ്റാർ തന്നെ കൂടുതലാ. വെക്കടോ ഫോൺ. ഇഡിയറ്റ്. ഇയാളുടെ പടത്തിലെ ഹീറോയ്ക്ക് സ്വർണവും സീഡിയൊക്കെ കടത്തുന്നതാ ജോലി. എന്നിട്ട് അവസാനം കസ്റ്റംസ് ഓഫീസർ ആവും അത്ര. ആ ഡയറക്ടറിന് 5 സ്റ്റാർ വേണമെന്ന്. വേറെ പണിയില്ല. എടീന്ന് നോക്കി. ഒരു ഫോട്ടോഗ്രാഫറുടെയും കണ്ണിപ്പെടാത്തത് അശ്വിന്റെ കണ്ണിപ്പെട്ടല്ലോ. വിശദീകരണം വേണ്ട, ഈ ഫോട്ടോസ് തന്നെ മതിയല്ലോടി. മിടുക്കനാവേ. ഏയ്, ഫോട്ടോ കണ്ട് രസിക്കുന്നതൊക്കെ കൊള്ളാം. ഇവൻ ഭയങ്കര ക്രിമിനൽ ആണല്ലോ, സൂക്ഷിക്കേണ്ടവനാ. റിലയബിൾ സോഴ്സ് അല്ലേ? ആബ്സല്യൂട്ട്ലി. ഇൻഫാക്ട് ആ പെണ്ണിന്റെ അമ്മയോട് ഞാൻ തന്നെ സംസാരിച്ചു. കള്ളുകുടി നെമ്പോക്കി ഏതോ ഒരു സ്വാമി അവനോട് പറഞ്ഞെന്ന് നാട് ഭരിക്കണമെന്ന്, ജാതകവും ചേരുന്നുണ്ടെന്ന്, 13 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയെ കൊണ്ട് കിളവനെ കെട്ടിക്കണമെന്ന്. അമ്മ എന്റെ റബ്ബർ കണ്ടോ? അമ്മ കണ്ടില്ലേ മോളെ? മുക്ക് തൂക്കുന്ന റബ്ബർ എന്നോട് വന്ന് ചോദിക്കുന്ന അവിടെ ജീവിതം തന്നെ തൊലയാൻ പോകും. സ്വന്തം അച്ഛനെ എന്തിനൊക്കെ കൂട്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോ കുപ്പി എടുത്തിന്റെ തലക്കിട്ട് അടിച്ചു മോള്. ഹരിചന്ദ്രനോട് ചോദിച്ചോ? പ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ പാർട്ടിക്കാരെല്ലാരും കൂടെ ഓടിക്കുക. എവിഡൻസ് ഉണ്ടല്ലോ. Hey. Hey. Bold article, yaar. Too good. Thanks. You look pretty gorgeous today. Thanks again. സാധാരണഗതിയില് ആള് സുന്ദരിയാണെങ്കിൽ ടോപ്പ് കാലിയായിരിക്കുന്ന അർണോൾഡ് ഷോ പറഞ്ഞിട്ടുണ്ട്. ബട്ട് യു ഡിഫറെന്റ്. Hey, who is Arnad Shah? അത് വേറെ ആരാ? നമ്മുടെ ഓഫീസിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അറിയില്ലേ? അങ്ങനെ തന്നെ. ഹേയ്, ഞാൻ ഇങ്ങനെ 2 കാര്യത്തിലും സൂപ്പർ അല്ലേ? സംടൈംസ് 2ലും ഫെയിൽ ആവുന്നവരൊക്കെ ഉണ്ട്. എന്റെ ആർട്ടൊക്കെ കണ്ടോ? കേസുകളെ റെഡി ചെയ്തതാ. കോളേജ് ഗേൾസ് വരെ ഉണ്ട് ഇതില്. ഹേ അശ്വിൻ, ഒരു നൈറ്റിന് എന്താ റേറ്റ് എന്നറിയോ? ഞാനിതൊരു കൊടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. 10,000 20,000 പെർ നൈറ്റ് ആണത്രേ. റേറ്റിനുള്ള സംഗതി ഉണ്ടാവും. അങ്ങനെയാണോ? ഓഫ് കോഴ്സ്. അപ്പൊ എനിക്കെന്താ റേറ്റ്? ചുമ്മാ ഒരു അസസ്മെന്റിന് വേണ്ടിയാ. ഹൈറ്റ് അത്ര പോരാ, ഒരു 108 രൂപയ്ക്ക്. ഓക്കെ. പിച്ചക്കാരൻ തെണ്ടി, അത്ര എനിക്ക് കൊടുക്കുള്ളൂ. ശരി, ഇവൾക്ക് അയ്യോ 2 പേർക്കും കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എല്ലാം ഓക്കെ. ഹൈറ്റ് ആണ് പ്രശ്നം. അവർക്ക് സ്റ്റൂൾ കൊടുത്തേക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, 35 കൊടുത്തേക്കാം. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഇതെന്താ ഓഫീസോ അതോ പ്ലേ ഗ്രൗണ്ടോ? Just chill out as associate editor. Associate editor, can I go to the toilet? Get out of this place. Thank you. സുരേഷ്, ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളല്ലേ? അവിടൊക്കെ പോയി നോക്കണം സാറേ. ഓ, തമാശയായിരിക്കും. ഈ ഓഫീസ് നേരെ ആവത്തേയില്ല. What the hell? എന്തടി, അവനെ ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങാനാണോ? അവൻ എന്റെ ആളാ, അറിയാവുന്നല്ലേ? അല്ല, രാവിലെ നിന്റെ സാരി ഇവിടെയല്ലേ ഉണ്ടായിരുന്നേ? ഇപ്പൊ 3 ഇഞ്ച് താഴെ. ഇത് ശരിയാവില്ല. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ?